ഇന്നിപ്പോൾ ഉമ്മച്ചിയാണ് ടോഫീനെ ബസ് കയറ്റി വിടാൻ വേണ്ടിയിട്ട് പോയത്. ആ സമയം കൊണ്ട് ഞാൻ ദിദിമോൾക്ക് കുറുക്കുണ്ടാക്കി എടുക്കുവാണ്. ഇന്ന് നമ്മൾ മറ്റേ എന്താണ് കുറുമ്പുല്ലാണ് കേട്ടോ വെള്ളത്തിലിട്ടത്. ഓരോ ദിവസം ഓരോ ഇതാണ് കേട്ടോ. സൂചി ഗോതമ്പ് കൊടുക്കാറുണ്ട്, പിന്നെ ഏത്തക്കാപ്പൊടി ഉണ്ടല്ലോ അതൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ അതൊന്ന് കുറുക്കി എടുക്കുന്നുണ്ട്. പിന്നെ അത് ഒന്ന് ആറി കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് കൊടുത്തു കേട്ടോ. എല്ലാം കൊടുക്കാറുണ്ട്, പക്ഷെ ഒന്നും കഴിക്കാറില്ല എന്ന് മാത്രം. ഞാൻ നോക്കുമ്പോൾ അവൾ ആ കഥ അടച്ചു വെച്ചുകൊണ്ട് തന്നെ തുറക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ ഫുള്ള് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എൻ്റെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ചിട്ടുണ്ട്, എന്നെല്ലാം ഒന്ന് മടക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇന്നിതിപ്പം വീട്ടിലെ സാധനങ്ങൾ ഏകദേശം എല്ലാം തന്നെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഉമ്മച്ചി അത്തച്ചും കൂടിയിട്ട് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകാൻ ഇറങ്ങിയതാണ്. നിതിമോളെ കൊണ്ടുപോകാൻ ആദ്യം പ്ലാൻ ഉണ്ടായിരുന്നു, പിന്നെ വേണ്ടാന്ന് വെച്ചുട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുമാത്രമല്ല ഭയങ്കര ചൂടും വെയിലും പുകച്ചിലാണല്ലോ. ഈ ഒരു വെയിലത്തേക്കൊന്നും കുട്ടികളെ കൊണ്ട് പോകാനേ നിവൃത്തിയില്ല. അതുപോലെ വെയിലാണല്ലോ, നമുക്ക് പോലും പറ്റുന്നില്ല, പിന്നെ കുട്ടികളുടെ കാര്യം പറയാറുണ്ടോ. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ടാറ്റയൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ മോള്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ തിരിച്ചു വന്നു കേട്ടോ. എന്നിട്ട് ഉച്ച കഴിഞ്ഞ് നമ്മൾ നോമ്പ് തുറക്കുള്ള ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നതാണ്.